ഈ രണ്ട് ടീച്ചേഴ്സിനെ പറ്റി നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ലാംഗ്വേജിൻ്റെ വിഷയം. ഈ ഒരു കാര്യത്തിൽ നമുക്ക് കേരളത്തിൽ ഇവരെ വെല്ലാൻ, അതായത് ഇത്രയും അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ ഞാൻ പറയാം, അറബി നമ്മുടെ സഹീർ സാറ് ഒരിക്കലും നമ്മൾ പറയില്ലേ സീറോ ഹേറ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയും അല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരിക്കൽ പോലും ഞാനൊരു കമൻറ്റ് തന്നെ വായിച്ചതാണ്, 10ാം ക്ലാസ്സിലെ ഒരു കമൻറ്റാണ് കേട്ടോ. അതായത് ഒരു കുട്ടിയെ അമ്മ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് ഞങ്ങളെ സഹീർ സാർ, അല്ലെങ്കിൽ അതുപോലെയാണ് അറബി പഠിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടിയെ എങ്ങനെയാണോ താലോലിച്ച് പഠിപ്പിക്കുന്നത്. നമുക്കൊരു പ്രത്യേകത നമുക്കറിയാം, അറബിൻ്റെ സഹീർ സാറ് ഇപ്പം നമ്മളെപ്പോലെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഒന്നുമല്ല, ഒരു ലാളിത്യത്തോടു കൂടി ഒരു മിതത്തോടു കൂടി ഇങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടില്ലേ മക്കളെ. നമ്മൾ ഇന്ന് കൃത്യം 7:00 നമ്മുടെ അറബിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസ് ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ എജുപോർട്ടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ മറ്റുള്ള ടീച്ചേഴ്സൊക്കെ മാറി മറിഞ്ഞു. ഓൾറെഡി സത്യം റിയാലിറ്റി നമ്മൾ പറയാമല്ലോ, മാറി പറഞ്ഞു. പുതിയ ആളുകൾ വന്നു, പഴയ ആളുകൾ പോയി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ എജുപോർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടായ രണ്ട് ആൾക്കാർ, ഇതിൽ ഒരാളാണ് നമ്മുടെ ജയ്സൽ സാർ, മലയാളത്തിൻ്റെ സാർ. അതും എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇവിടെ തുടർന്ന് പോകുന്നത് എന്ന് വെച്ചാൽ ഒറ്റ ഉദാഹരണമുള്ളൂ, അത് കുട്ടികളുടെ റിവ്യൂ തന്നെയാണ്. കുട്ടികൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇവർ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കും. ഇവർ പഠിപ്പിച്ചതേ വരൂ എന്ന് പറയാൻ ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് വരുന്നുണ്ട്, അതിലൊന്നും ഒരു ഇതുമില്ല. അല്ലാതെ ഇവർ പഠിപ്പിക്കുന്നത് ഇവർ മറ്റുള്ളവർ പഠിപ്പിക്കുന്നവരില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നവർ. പക്ഷെ ഇവരുടെ ഒരു ക്വാളിറ്റി, ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവർ പഠിപ്പിക്കുന്നത് വരും എന്നല്ല, നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു അറബിയിൽ ചില കാര്യം, ഇപ്പോൾ നമ്മുടെ സത്യം പറയുക എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിനൊന്ന് ആകെ കുറച്ച് റിലാക്സേഷൻ കിട്ടുന്ന ലാംഗ്വേജ് ക്ലാസ്സിലാണ് സ്കൂളത്തിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറഞ്ഞു നിൽക്കും, ചിലപ്പോൾ ക്ലാസ് കട്ടാക്കും. മക്കളെ നമുക്ക് ഫുൾ മാർക്കാണ് ലാംഗ്വേജിൽ, അതിന് യാതൊരുവിധ സംശയമില്ല. ഫുൾ മാർക്കാണ്. 1-2 മാർക്ക് പോകുന്നത് നമ്മൾ നോക്കാതെ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്തണം. ഇന്ന് കൃത്യം 7:00 നിങ്ങൾ ലൈവിൽ വരാം, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിലും വരാം. ഒന്നും പഠിക്കാത്തവരാവട്ടെ, ഒന്നും അറിയാത്തവരാവട്ടെ, ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടെന്നും എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വരാമെന്നും അറിയാത്തവരാവട്ടെ, മലയാളം അറബി നമ്മൾ നിങ്ങളെ സെറ്റാക്കി തരും. അപ്പോൾ ഇവരുടെ ലൈവ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലല്ല, സയൻസ് ചാനലിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. ആ ചാനലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പോയി കാണണം. അപ്പോൾ മനസ്സിലാക്കാൻ മക്കളെ നിങ്ങളെ മുഴുവനായിട്ട് വൃത്തിയായിട്ട് പഠിപ്പിച്ചെടുത്തന്നിട്ട് നിങ്ങൾക്ക് എക്സാം ആണെന്ന് ഓരോന്നും നല്ല ലൈൻ ബൈ ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹീർ സാറും നമ്മുടെ ജയ്സൽ സാറും നിങ്ങളെ സെറ്റാക്കി തരും. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി വെച്ച ഒരു വാല്യബിൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രീഷ്യസ് സ്റ്റോൺസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, രത്നക്കല്ലുകളായിട്ട് തന്നെ നമുക്ക് വരെ കാണാം, ഉപയോഗപ്പെടുത്താം മാക്സിമം. അപ്പോൾ മറക്കണ്ട, കൃത്യം 7:00. ഓക്കെ അല്ലേ? സെറ്റ്. താങ്ക് യു.